ഞാൻ ഇന്നും ഓർമ്മിക്കുകയാണ്, വടകര ടൗണിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ, അതേ റെയിലിന്റെ ഭാഗത്തുകൂടെ നടന്നു വരുമ്പോ കണ്ടൊരു കാഴ്ച. എന്താ കണ്ടത്? ഒരു ഹോട്ടലിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി എറിഞ്ഞിരിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലകൾ. ആ ഇലകളിൽ നിന്ന് നായയും കാക്കയും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ ഓടി വരുന്നൊരു ചെറിയ മാനസിക രോഗിയാണ്. വന്നിട്ട് നായയെ തെളിച്ചോടിക്കുന്നു. അദ്ദേഹം അതാ ഒരു ഇലയെടുത്ത് നിലത്ത് വിരിക്കുന്നു. എന്നിട്ട് ജനങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലകൾ, ആ ഇലകളിൽ ഒട്ടിപ്പിടിച്ച ഭക്ഷണം അദ്ദേഹം തുടച്ചെടുത്ത് ഒരു ഇലയിൽ സമാഹരിക്കുന്നു. അതേ ഒരു പിടിയായപ്പോൾ അത് അദ്ദേഹം എടുത്ത് കഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ല ചെയ്ത നിഅമത്തിനെ കുറിച്ച് ഓർമ്മ വേണ്ടേ ചെറുപ്പക്കാരെ? അല്ലാഹു നമുക്ക് സന്തോഷകരമായി അഭിമാനകരമായി ഭക്ഷണം തന്നില്ലേ, വെള്ളം തന്നില്ലേ, അല്ലാഹു തആല ഓക്സിജൻ തന്നില്ലേ, അവന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി ചൊരിച്ചു തന്നില്ലേ? അങ്ങനെ ചൊരിച്ചു തന്ന രാജാവ് അവന്റെ മുമ്പിൽ ഒന്ന് പോയി നിന്നിട്ട് അല്ലാഹു അക്ബർ, അല്ല വലിയവനാണെന്ന് പറഞ്ഞ് അവനിലേക്ക് മനസ്സും ശരീരവും തിരിച്ച് അവന്റെ ഖുർആനിൽ ഏറ്റവും ബഹുമാനമുള്ള സൂറത്തുൽ ഫാത്തിഹ അത് ഓതിയിട്ട് അവന്റെ മുമ്പിൽ ഒന്ന് കുനിയാൻ, അവന്റെ മുമ്പിൽ ഒന്ന് സാഷ്ടാംഗം ചെയ്യാൻ, അവന്റെ മുമ്പിൽ ഒന്ന് താഴ്മ കാണിക്കാൻ അല്ലാഹു കൽപ്പിച്ചു. അതല്ലേ നിസ്കാരം? അതിന്റെ പുറമെ ലോകത്തിന്റെ മുഴുവനും നേതാവായ അവന് എല്ലാ സത്യവും എത്തിച്ചു കൊടുത്ത അവന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാൻ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ലോകത്തെമ്പാടുമുള്ള സജ്ജനങ്ങൾക്ക് സലാമിന്റെ ആശംസ പറയാൻ അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത അവസരം. അതുപോലെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ തൗഹീദിന്റെ കലിമത്ത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ, അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ, അങ്ങനെ ദിക്റും ഔറാദും സ്വലാത്തും സലാമും ദുആയുമായി അല്ലാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ നടത്തുന്ന സംഭാഷണം. ആ മഹത്തായ സംഭാഷണത്തിന് വേണ്ടി ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവ് ആനയെ സൃഷ്ടിച്ചവനവനാണ്, ഉറുമ്പിനെ സൃഷ്ടിച്ചവനവനാണ്, കരയും കടലും സൃഷ്ടിച്ചവനവനാണ്, സസ്യവും മത്സ്യവും പഠിച്ചവനവനാണ്, കരയും കടലും പഠിച്ചവനവനാണ്, എല്ലാ ജീവികൾക്കും ഭക്ഷണം നൽകുന്നവനവനാണ്, എല്ലാം കൊടുത്ത എല്ലാം അടക്കി ഭരിക്കുന്ന രാജാവ്. ആ രാജാവുമായൊരു സംഭാഷണത്തിൽ 5 നേരം നിങ്ങൾ ഹാജരാകണമെന്ന് പറയുമ്പോൾ അതാ ഹാജരാകാതെ 5 നേരം നിസ്കരിക്കാതെ അല്ല തന്ന ആരോഗ്യത്തോടെ ഉറങ്ങുന്ന ചെറുപ്പക്കാരുണ്ടോ? അല്ലാഹു തആല കൊടുത്ത കിടപ്പറയിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങിയിട്ട് റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യാത്തവരുണ്ടോ? നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാതെ കിടന്നുറങ്ങുന്നവരുണ്ടോ? എങ്കിൽ അവൻ നന്ദിയില്ലാത്ത അടിമയല്ലേ സഹോദരന്മാരെ? അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ വിളിക്കുന്നു. അവൻ വിളിച്ച വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യൽ നമുക്ക് നിർബന്ധമല്ലേ? അത്താഇബൂനൽ ആബിദൂനൽ ഹാമിദൂൻ, അല്ലാഹുവിനെ ഇബാദത്തുകൾ നിർവഹിക്കണമെന്ന് പറഞ്ഞ, ഇബാദത്ത് നിർവഹിക്കുന്നവർക്കാണ് സ്വർഗമെന്ന് പറഞ്ഞ ഖുർആൻ. അൽ ഹാമിദൂൻ, അല്ലാഹുവിനെ സ്തുതിക്കുന്നവർക്കാണ് ഖുർആൻ സ്വർഗം നൽകുന്നത്. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചത്. അൽ ഹാമിദൂൻ, അല്ലാഹുവിനെ സ്തുതിക്കണം. നമ്മൾ മലയാളികൾ അൽഹംദുലില്ലാ പറയാൻ പലപ്പോഴും മടിയന്മാരാണ്. മലയാളത്തിൽ പറയല്ലേ, ബേജാറാണ്ട അല്ലേ? നമ്മൾ ഒരാൾ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, എന്തല്ല, ഒന്നുമില്ല, അങ്ങനെ പോന്ന്, ഒരു അൽഹംദുലില്ലാ പറഞ്ഞു പോകൂലേ നമ്മളോട്? അങ്ങനെ ആകരുത്. നിങ്ങൾ അറബികളുടെ സ്വഭാവം നോക്കൂ. അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, കൈഫ് ഹാലക്, അൽഹംദുലില്ലാ. എപ്പോ ബാപ്പ മരിച്ചപ്പോഴും അൽഹംദുലില്ലാ, മകൻ മരിച്ചാലും അൽഹംദുലില്ലാ. എല്ലാ സമയത്തും ജമീഉൽ മഹാമിദ് എപ്പോഴും നഹ്മദുല്ലാഹ സുബ്ഹാനഹു വ തആല വ നശ്കുറു ഹുവ ഔസാഫുൽ മുഅ്മിനീൻ. നിങ്ങൾ നോക്കൂ, അൽഹംദുലില്ലാ, അൽ ഹാമിദൂൻ, അല്ലാഹുവിനെ സ്തുതിക്കുന്നവർ. അങ്ങനെയാണ് അല്ലാഹു തആല പറഞ്ഞു. എപ്പോഴും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ധാരാളം പറയണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, എപ്പോഴും പറയണം അൽഹംദുലില്ലാ. അല്ലാഹു തന്നതൊക്കെ വലുതാണ്. പക്ഷേ താഴോട്ട് നോക്കണം, നമ്മൾ മേലോട്ട് നോക്കരുത്. താഴോട്ട് നോക്കണം, മേലോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്താ. താഴെയുള്ളവരിലേക്ക് നോക്കണം, മേലുള്ളവരിലേക്ക് നോക്കരുത്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ശൈഖന്മാരെ കൊട്ടാരമൊക്കെ നോക്കുക. എനിക്ക് അങ്ങനത്തെ കൊട്ടാരമില്ലല്ലോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് കിടക്കാൻ ഒരു റൂമുണ്ടല്ലോ, എനിക്ക് കിടക്കാൻ ഒരു കട്ടിലുണ്ടല്ലോ, എനിക്ക് താമസിക്കാൻ ഒരു കട്ടപ്പറയുണ്ടല്ലോ, എനിക്കൊരു ചെറ്റപ്പറയുണ്ടല്ലോ. അതും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ കിടന്ന് ജീവിക്കുന്നവരുണ്ടല്ലോ, അങ്ങാടിയിൽ വെച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ.
എനിക്കല്ല തന്നത് വലുതാണല്ലോ. വഖ്ന ബിതർകിൽ മുസ്തഹാ വൽ ഫാഖിരി മിൻ മത്അമിൻ വമലാബിസിൻ വമനാസിലാ മൻ യത്ലുബ മാ ലൈസ യഅനീഹി ഫഖദ് ഫതല്ലദി യഅനീഹി മിൻ ഗൈരി തിലാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് വേണം നമുക്ക്. ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അതില്ലാതിരിക്കുമ്പോഴാണ് ദുനിയാവിന് വേണ്ടിയുള്ള നെട്ടോട്ടം. ഒരിക്കലും മനസ്സമാധാനമില്ലാത്ത മനുഷ്യൻ അവിടെയാണ്. ഓ സഹോദരന്മാരെ, ഐശ്വര്യം എന്ന് പറയുന്നത് മനസ്സിന്റെ ഐശ്വര്യമാണ്. വഖദൽ ഗനിയ്യു വൽ ഗനിയ്യു ബിനഫ്സിഹി ലൈസൽ ഗനിയ്യു ബിമാലിഹി വജമാലിഹി. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫിലിഹി ലൈസൽ ഫഖീഹു ബിനുത്ഖിഹി വമഖാലിഹി. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നവനല്ല പണ്ഡിതൻ, പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ. പ്രസംഗിക്കാൻ പലർക്കും കഴിഞ്ഞേക്കാം, പക്ഷേ അദ്ദേഹം പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്തു? സമുദായത്തിന് എന്ത് സേവനം ചെയ്തു? സമുദായത്തിന് എന്ത് നേട്ടമുണ്ടാക്കി കൊടുത്തു? അദ്ദേഹം സമൂഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹം എത്ര തന്നെ അദ്ദേഹം ഇബാദത്തെടുത്തു. അങ്ങനെ ഒരു പണ്ഡിതൻ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ, അതേ പ്രസംഗിക്കുന്നവനല്ല പണ്ഡിതൻ. ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫിലിഹി ലൈസൽ ഫഖീഹു ബിനുത്ഖിഹി വമഖാലിഹി വകദൽ ഗനിയ്യു ഹുവൽ ഗനിയ്യു ബിനഫ്സിഹി ലൈസൽ ഗനിയ്യു ബിമാലിഹി വജമാലിഹി. അതേ ഐശ്വര്യമുള്ളവൻ മനസ്സിന് ഐശ്വര്യമുള്ളവനാണ്. മനസ്സിന് ഐശ്വര്യമുള്ളവനാണ് ഐശ്വര്യമുള്ളവൻ. 26 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. 27ാമത്തെ തുടങ്ങാൻ വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മുസ്ലിയാരെ കണ്ടപ്പോ പറയാനുള്ള ഉസ്താദെ വലിയ ബേജാറിലാണ്. എന്താ മോനെ, എന്താ ബേജാറ്? ബേജാറ് ഉസ്താദെ, 26ാമത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വിചാരിച്ചിട്ട് ഒരു മാസം കൂടിപ്പോയി, വാടക ഒരു മാസം ഞാൻ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്, 26ലെ സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളിക്ക് ബേജാറ് തീർന്നില്ല. അതേ സമയത്ത് അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ 1200 ദിർഹമാണ് ശമ്പളം. ഉസ്താദെ വലിയ നിഅമത്താണ്, നല്ല സന്തോഷമാണ്, എനിക്ക് നല്ല ഉസ്താദ് നിലനിർത്തി തരാൻ വേണ്ടി ദുആ ചെയ്യണം. എന്തൊരു റാഹത്താണ് ആ പാവപ്പെട്ട തൊഴിലാളിക്ക്. മറ്റേ മുതലാളിന്റെ ബേജാറ് തീർന്നില്ലല്ലോ. ഓ സഹോദരന്മാരെ, ഖബറിലെത്തിയിട്ട് തൊള്ളയിൽ മണ്ണ് നിറയുന്നത് വരെ ദുന്യാവ് കൊണ്ടുണ്ടോ മതിയാകുന്നു. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അതിനാണ് ഖനാഅത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് മനസ്സമാധാനം. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിക്കൂ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖദർ റഈസു ഹുവർ റഈസു ബിഖുലുഖിഹി ലൈസർ റഈസു ബിഖൗമിഹി വരിജാലിഹി. നേതാവ് എന്ന് പറഞ്ഞാൽ അനുയായികൾ കുറെ ഉള്ളവനല്ല നേതാവ്. നേതാവ് എന്ന് പറഞ്ഞാൽ സ്വഭാവം നല്ലവനാണ് നേതാവ്. നല്ല സ്വഭാവമുള്ളവൻ അവനാണ് നേതാവ്. അതുകൊണ്ടല്ലേ സയ്യിദു സാദാത്ത്, സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ, സയ്യിദുൽ ഖലായിഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ മേലെയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഭാവം കൊണ്ട് നേതാവായവനാണ് നേതാവ്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല തന്നു. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ടവരാണ് നാം എന്ന ബോധം ഓരോ സമയത്തും നമുക്കുണ്ടായിരിക്കണം. റുകൂഉം സുജൂദും ചെയ്യുന്നവർ, എന്തേ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞു? നിസ്കരിക്കുന്നവർക്ക് പറഞ്ഞ വിശേഷണമാണ്. കാരണം നിസ്കാരത്തിലാണ് റുകൂഉ ഉള്ളത്, നിസ്കാരത്തിലാണ് പലപ്പോഴും സുജൂദുള്ളത്. തിലാവത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞ് ഖുർആൻ ഓതുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ സുജൂദുണ്ട്. പിന്നെ നിസ്കാരത്തിലുള്ള സുജൂദുണ്ട്. ശുക്റിന്റെ സുജൂദ് എന്ന് പറഞ്ഞൊരു സുജൂദുമുണ്ട്. ശുക്റിന്റെ സുജൂദ് എന്ന് പറഞ്ഞാലോ സഹോദരന്മാരെ, ഒരു നിസ്കരിക്കാത്ത മനുഷ്യനെ കണ്ടാൽ, പരസ്യമായി വ്യഭിചരിക്കുന്നവനെ കണ്ടാൽ, പരസ്യമായി കള്ളു കുടിക്കുന്നവനെ കണ്ടാൽ, അങ്ങനെ കടുത്ത തെറ്റുകൾ പരസ്യമായി ചെയ്യുന്ന മനുഷ്യനെ കണ്ടാൽ, ആ മനുഷ്യനെ കാണുന്ന സമയത്ത് അല്ലാഹുവിന് നന്ദിയായൊരു സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ടെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു. എന്താ? എന്തിൻ്റെ പേരിൽ? അല്ലാഹുവേ, എന്നെ നീ അവനെ പോലെ ആക്കിയിട്ടില്ലല്ലോ, എന്നെ നീ അവനെ പോലെ ആക്കിയിട്ടില്ലല്ലോ, എന്നെ നീ നിസ്കരിക്കുന്നവനാക്കിയിട്ടുണ്ടല്ലോ, എന്നെ നീ മദ്യപാനിയാക്കിയിട്ടില്ലല്ലോ, നീ എന്നെ വ്യഭിചാരിയാക്കിയിട്ടില്ലല്ലോ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോശക്കാരനാണെന്നോ സാധാരണക്കാരനാണെന്നോ പറയുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, നിന്റെ സാലിഹീങ്ങളെ കുറ്റം പറയുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, നീ എനിക്ക് ഹിദായത്തിന്റെ വെളിച്ചം തന്നിട്ടുണ്ടല്ലോ അല്ലാഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനെ കാണുമ്പോൾ ശുക്രിന്റെ ഒരു സുന്നത്തുണ്ടെന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം.
അള്ളാഹുവിന് നന്ദിയായൊരു സുജൂദ് അതേ വുളു ഉണ്ടായിരിക്കണം. തക്ബീർ ചൊല്ലിയിട്ട് സുജൂദ് ചെയ്യണം. അങ്ങനെ ഒരു ശുക്റിൻ്റെ സുജൂദുണ്ട്. പണ്ഡിതന്മാരവിടെ പറഞ്ഞു, അത് നിങ്ങൾ അവർ കാണുന്ന നിലക്ക് തന്നെ ചെയ്തോളൂ, കാരണം അവർ കണ്ട് പാഠം പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അതേ സമയത്തൊരു കുഷ്ഠവ്യാധി പിടിച്ചവനെ കണ്ടാൽ, എയ്ഡ്സ് രോഗിയെ കണ്ടാൽ, അതുപോലുള്ള രോഗിയെ കണ്ടാൽ അത്തരം രോഗം എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന നിലക്ക് ശുക്റിൻ്റെ സുജൂദ് സുന്നത്തുണ്ടെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അവർ തന്നെ അവിടെ പറഞ്ഞു, അത് ആ രോഗിയെ കാണുന്ന വിധത്തിൽ ചെയ്യരുത്, കാരണം അവൻ്റെ മനസ്സിന് ടെൻഷൻ ഉണ്ടാകിപ്പോകും, അതുകൊണ്ട് കാണാതെ ചെയ്യണമെന്നും അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു. ഇരിക്കട്ടെ, ശുക്റിൻ്റെ സുജൂദുണ്ട്, തിലാവത്തിൻ്റെ സുജൂദുണ്ട്, സഹ്വിൻ്റെ സുജൂദുണ്ട്, നിസ്കാരത്തിൽ സുജൂദുണ്ട്. സുജൂദ് ഏറ്റവും കൂടുതലുള്ളത് നിസ്കാരത്തിലാണ്. അതുകൊണ്ട് തന്നെ റുകൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കുന്നവരെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റുകൂഉം സുജൂദും അല്ലാഹുവിന് ചെയ്യാനുള്ളതാണ്. ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിനും അത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ഒരു സൃഷ്ടിക്കും ഒരിക്കലും സുജൂദ് ചെയ്യാൻ പാടില്ല, അത് കടുത്ത തെറ്റാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സുജൂദ് റുകൂഇനെ പ്രത്യേകം ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റൊന്ന് പറയേണ്ടതില്ല. ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചോറ് വേണമെന്ന്, പിന്നെ കറി വേണം, ഉപ്പേരി വേണം, പപ്പടം വേണമെന്ന് പറയേണ്ടതില്ല. ചോറ് വേണമെന്നില്ല, എല്ലാം പെട്ടു. ഇതുപോലെ റുകൂഉം സുജൂദും ചെയ്യുന്നവരെന്ന് പറഞ്ഞതിൽ നിസ്കാരം പൂർണ്ണമായി ഉൾപ്പെട്ടു. അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പെടുക്കുന്നവർ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും കൈയൊഴിച്ച്, അതേ ഭക്ഷണവും വെള്ളവും ശഹ്വത്തുകളും ഉപേക്ഷിച്ച് യജമാനനായ റബ്ബിൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുന്നവരല്ലേ നോമ്പുകാർ. അവരെ പ്രത്യേകം അല്ലാഹു എടുത്തു പറയുകയാണ്, അസ്സായിഹൂൻ. ഓ മുഅ്മിനീങ്ങളെ, അതേ മല്ലം യദ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വസറാബ. പാനീയങ്ങളും ഭക്ഷണങ്ങളും കൈയൊഴിച്ചുകൊണ്ട് മാത്രമല്ല നോമ്പ്. അങ്ങനെ വെള്ളവും ഭക്ഷണവും കൈയൊഴിച്ചുകൊണ്ടൊരു മനുഷ്യൻ നോമ്പെടുത്തു, പക്ഷേ അവൻ്റെ നാവ് കൊണ്ട് ഗീബത്ത് പറയുന്നത് നിർത്തിയില്ല, ഫസാദ് പറയുന്നത് നിർത്തിയില്ല, ഏഷണി പറയുന്നത് നിർത്തിയില്ല, അവനതാ കളവ് പറയുന്നത് നിർത്തിയില്ല. അവൻ ഇപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ സഹോദരന്മാരെ, അവൻ്റെ നോമ്പ് കൊണ്ട് പ്രയോജനം, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നില്ല. പടച്ചവൻ അതുകൊണ്ട് യാതൊരു ഉദ്ദേശവുമില്ല, അവൻ അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഓർമ്മിക്കണം, അള്ളാഹു ജല്ല ജലാലുഹു അവന് യാതൊരു ആവശ്യവുമില്ല. അനാവശ്യം നാവ് കൊണ്ട് പറയുന്നത് കൈയൊഴിക്കാത്തവൻ്റെ നോമ്പിലേക്കെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാവ് വളരെ ശ്രദ്ധിക്കണം. അംസിക അലൈക ലിസാനക്, നാവിനെ പിടിച്ച് ബന്ധാക്കണം. അതേ മൻസമതനജാ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു. ആവശ്യമില്ലാത്ത സംസാരങ്ങളിലൊന്നും നമ്മൾ കടക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ഇബ്നി വഔജിസ്, നബിയെ എനിക്കൊരു വഅദ് പറഞ്ഞു തരൂ, വഔജിസ് എന്ന് ചുരുക്കി പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞത് 3 കാര്യമാണ്. ഒന്ന് പറഞ്ഞത്, ഖുംത സലാത്തിക ഫസല്ലി സലാത്ത മുവദ്ദി, നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നീ യാത്ര പറയുന്നവൻ്റെ നിസ്കാരം നിസ്കരിക്കണം. ഏത് നിസ്കാരം നിർവഹിക്കുമ്പോഴും ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന കരുത്തിൽ നിസ്കരിക്കണം. എനിക്കൊരുപാട് കാലം ഇനിയുമുണ്ടെന്ന ചിന്ത കൽബിലുണ്ടാകരുത്. എപ്പോഴും ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമെന്ന് ചിന്തിക്കണം. പാവപ്പെട്ട ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇതെൻ്റെ അവസാനത്തെ പ്രസംഗമായിക്കൂടാ എന്ന നിലയ്ക്ക് പ്രസംഗിക്കണം. നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് അവസാനത്തെ സദസ്സായിക്കൂടാ എന്ന നിലയ്ക്ക് ചിന്തിക്കണം. അള്ളാഹു നമുക്കെല്ലാം അവൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി തെരുമാറാകട്ടെ. സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു തആല തൗഫീഖ് ഏറ്റി തെരുമാറാകട്ടെ. അതേ ഖൈറുക്കും മൻ താല ഉംറുഹു വഹസുന അമലുഹു, സൽക്കർമ്മം ചെയ്യുന്നതോടുകൂടി ദീർഘായുസ് കിട്ടിയവൻ നിങ്ങളിൽ ഉത്തമനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദീർഘായുസ് ചോദിക്കേണ്ടതാണ്. പക്ഷേ ഏത് സമയത്തും ഞാൻ മരിക്കാമെന്ന ബോധം നമ്മളെ കൽബിലെപ്പോഴും നിറഞ്ഞു നിൽക്കണം. ഏത് സമയത്തും നമുക്ക് മരിക്കാം. ഇപ്പോൾ ജുഹാ നിസ്കരിച്ചിട്ടുണ്ട്, അസറിൻ്റെ സമയത്ത് ഞാൻ ഉണ്ടാകുമോ ഇല്ലേ എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. ഈ ബോധം നമ്മളെ കൽബിലെപ്പോഴും നിറഞ്ഞു നിൽക്കണം. രണ്ടാമതായി എവിടുന്ന് പറഞ്ഞില്ലേ, വലാ തതകല്ലം ബികലാമിൻ തഅദിറു മിൻഹു ഗദൻ,
പടച്ച റബ്ബിൻ്റെ അടുക്കൽ നാളെ എത്തുന്ന സമയത്ത് അല്ലാഹുവേ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, ഞാനിങ്ങനെ സംസാരിച്ചു പോയി, ഞാൻ അയാളെപ്പറ്റി അങ്ങനെ വിചാരിച്ചു പോയി, ഇയാളെപ്പറ്റി അങ്ങനെ കരുതിപ്പോയി, ഇങ്ങനത്തെ യാതൊന്നും പറയാനുള്ള അവസരം നീ വെച്ചേക്കണ്ട. ഇവിടെ വെച്ച് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിച്ചോ. വലാ തതകല്ലം ബികലാമിൻ തഅദിറു മിൻഹു ഗദൻ. പടച്ച റബ്ബിൻ്റെ അടുക്കൽ വെച്ച് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്ന നിലക്ക് ഒരു സംസാരവും നീ സംസാരിക്കാൻ പോകണ്ട കേട്ടോ. ലോകത്തുള്ള പലരും പലതും പറയും, അതൊക്കെ നീ കേൾക്കാൻ പോകണ്ട, നീ അത് സ്വീകരിക്കാൻ പോകണ്ട. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. ഈമാനുള്ള ജനങ്ങളെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ നിങ്ങളത് പെട്ടെന്നങ്ങ് സ്വീകരിച്ചേക്കരുത്. അത് ശരിയാണോ തെറ്റാണോ, പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ, അയാൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ, ആ വ്യക്തിയുമായി നേരിൽ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെളിവ് തേടി വ്യക്തമായി പഠിക്കാതെ ഒരാളെ പറ്റിയും നിങ്ങൾ സംസാരിച്ചു പോകരുത്. അൻതുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് നിങ്ങൾ ഖേദിച്ചു പോകും കേട്ടോ. പരിശുദ്ധ ഖുർആൻ നമ്മെ എല്ലാവരെയും ഉണർത്തിയൊരു ഉപദേശമാണിത്. എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിച്ച് എന്തെങ്കിലും പറയാൻ പോകരുത്. വളരെ ഏറെ ശ്രദ്ധിക്കണം സംസാരം. വലാ തതകല്ലം ബികലാമിൻ തഅദിറു മിൻഹു ഗദൻ. നാളെ പടച്ച റബ്ബിന്റെ അടുക്കൽ അതാ കാരണം ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു വിഷയവും തന്നെ നിന്റെ നാവ് കൊണ്ട് നീ സംസാരിച്ചു പോകരുത്. വജ്മഇൽ യാസ മിമ്മാ ഫീ ഐദിന്നാസ്. ജനങ്ങളെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന ആശയും വെച്ച് മറ്റൊരുത്തൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ വരണമെന്ന ആശയും വെച്ച് ആരാൻ്റെതും കൊതിച്ച് ജീവിക്കരുത്. അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. എൻ്റെ സഹോദരന്മാര്, സ്വന്തം ഭാര്യമാര് വീട്ടിലുണ്ട്. റമളാനായിട്ടും ടെലിഫോൺ ചെയ്യാത്ത ചില ആളുകളുണ്ടാകാം. ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരെ പറ്റിയും നല്ലതല്ലേ വിചാരിക്കേണ്ടത്. പാടില്ല. നമ്മുടെ ഭാര്യമാരെ ഫോൺ ചെയ്യണം, ഭാര്യമാരെ സന്തോഷിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. അതിന് ഉസ്താദേ, ഞാൻ വിളിച്ചിരുന്നല്ലോ റമദാന്റെ മുമ്പ്, എന്നിട്ട് അന്ന് അവൾ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ കേട്ടാലും കേട്ടില്ലെങ്കിലും നീ വിളിക്കണം. എന്തേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ ലൈലത്തുൽ ഖദറാണ് എന്ന് ബോധ്യപ്പെട്ടാൽ എന്താ വേണ്ടത്? ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്ന രാജാവാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നീ, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ. പടച്ചവരോട് മാപ്പ് ചോദിക്കണം, വിട്ടുവീഴ്ച ചോദിക്കണം. അപ്പോൾ അള്ളാഹിനോട് എന്താ പറയാൻ പറഞ്ഞത്? തുഹിബ്ബുൽ അഫ്വ, പടച്ചവനെ നിനക്ക് വിട്ടുവീഴ്ച വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ. ഞാൻ ആർക്കും വിട്ടുവീഴ്ച ചെയ്യൂല. ഞാൻ ഭാര്യയ്ക്കും വിട്ടുവീഴ്ച ചെയ്യൂല, മക്കൾക്കും വിട്ടുവീഴ്ച ചെയ്യൂല, ജ്യേഷ്ഠാന്മാർക്കും വിട്ടുവീഴ്ച ചെയ്യൂല, പെങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യൂല, കുടുംബക്കാർക്കും വിട്ടുവീഴ്ച ചെയ്യൂല, സ്നേഹിതന്മാർക്കും വിട്ടുവീഴ്ച ചെയ്യൂല. ഞാൻ ആർക്കും വിട്ടുവീഴ്ച ചെയ്യില്ല. നിനക്ക് വലിയ ഇഷ്ടമല്ലേ വിട്ടുവീഴ്ച, അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണേ. ഇങ്ങനെ പറയാൻ പറ്റുമോ? അപ്പം നമ്മൾ ആദ്യം എന്ത് വേണം? ആദ്യം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം. മുതലാളിമാർ തൊഴിലാളികൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. തൊഴിലാളികൾ മുതലാളിമാരെ ദുസ്വഭാവത്തിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്വഭാവത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വഭാവത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അതേവ സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സ്സമാവാതു വൽ അർദു ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ് സറാഇ വൽ ളറാഇ വൽ കാദിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്. സ്വർഗം അല്ലാഹു തആല തയ്യാർ ചെയ്തത് മുത്തഖീങ്ങൾക്കാണ്. ഏത് മുത്തഖീങ്ങളാണ്? രഹസ്യമായും അവർ കൊടുക്കുന്നവരാണ്, പരസ്യമായും അവർ കൊടുക്കുന്നവരാണ്. സന്തോഷമുള്ള സമയത്തും കൊടുക്കുന്നവരാണ്, വിഷമമുള്ള സമയത്തും കൊടുക്കുന്നവരാണ്. പിന്നെയോ അദാവൽ കാദിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്. അവർ ദേഷ്യം വന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നവരല്ല, ദേഷ്യം മൂടിവെക്കുന്നവരാണ്. വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്തവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതും മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോടെല്ലാവരോടും ഉണർത്തട്ടെ, ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം പുറത്തു കൊടുത്തേക്കണം. അങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം ഓർമ്മിക്കണം.
ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം മറന്നുകളയണം, അങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങളെല്ലാം മറന്നുകളയണം, ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർമ്മിക്കണം. 4 കാര്യം. ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത ഒരു ഉപകാരവും ഓർമ്മിക്കാൻ പാടില്ല. ചില ആളുകളുണ്ട്, ഞാനാണ് അവന് വിസ കൊടുത്തത്, ഞാനാണ് അവനെ കൊണ്ടുവന്നത്, ഞാനാണ് അവനെ റെഡിയാക്കിയത്. എന്ത് ഞാൻ? അങ്ങനെ ഒരു ഞാനും ഇല്ല. അതൊക്കെ അള്ളയാണ്, അതൊക്കെ അള്ളാഹുവാണ്. നീ വെറും നിമിത്തം മാത്രമാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഒരു പുസ്തകത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പ്, ആ ഉറുമ്പിങ്ങനെ കാണുന്നു, പുസ്തകത്തിൽ പെന്ന് കൊണ്ട് എഴുതുന്നത് കാണുന്നു. അപ്പോൾ ഈ ഉറുമ്പിനത്രേ വിവരമുള്ളൂ, അത്രേ അതിന് കാഴ്ചയുള്ളൂ. ആ ഉറുമ്പ് മനസ്സിലാക്കുന്നു, ഈ പെന്നിന്റെ നിബ്ബാണ് ഇതൊക്കെ എഴുതുന്നത് എന്നാണ്. അല്ല മോനെ, നിബ്ബല്ല, അതിൻ്റെ പിന്നിലൊരു പെന്നുണ്ട്. പെന്നല്ല, പെന്നിൻ്റെ പിന്നിലൊരു കൈയുണ്ട്. കൈയല്ല, കൈയിൻ്റെ പിന്നിലൊരു മനുഷ്യനുണ്ട്. മനുഷ്യനല്ല, അത് മുഴുവനും എഴുതിക്കുന്നൊരു റബ്ബുണ്ട്. എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹ്. ഓ സഹോദരന്മാരെ, അപ്പൊ ഞാൻ അവനിന്ന ഉപകാരം ചെയ്തു കൊടുത്തു എന്ന് ഓർമ്മിക്കണ്ട. അല്ലാഹു തആല നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ, ധാരാളം ഉപകാരം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് റബ്ബ് നമുക്ക് ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്. അതിന് റബ്ബിന് നന്ദി ചെയ്യുകയാണ് വേണ്ടത്. നേരെ മറിച്ച് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരം ഓർമ്മിച്ചിങ്ങനെ എടുത്തെടുത്ത് പറയരുത്, അത് ഓർമ്മിച്ച് വെക്കരുത്. അതേ സമയത്ത് നമുക്കാരെന്തുപകാരം ചെയ്താലും അത് മറന്നു പോകരുത്. മല്ലം യസ്കുരിൻ ആസലം യസ്കുരില്ല. മനുഷ്യന്മാർക്ക് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുവിന് നന്ദി ചെയ്യൂല. അതുകൊണ്ട് നമുക്കാരെന്തുപകാരം ചെയ്താലും അത് ഓർമ്മിക്കണം. അൽഹംദുലില്ലാഹ്, ഞാൻ പറയട്ടെ, ഒരു ദിവസം എന്നെ ടെലിഫോൺ വിളിക്കുന്നു MK ഗ്രൂപ്പിന്റെ യൂസുഫ് അലി സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബറക്കത്തും നൽകട്ടെ. ഈ കൊല്ലം UAE പ്രസിഡന്റ് സാഹിബ് സുമു ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ അതിഥിയായി ഇവിടെ നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, ഞാനൊന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട്, AP ഉസ്താദ് അവറുകളോടൊന്ന് ചോദിക്കട്ടെ എന്ന്. ചോദിച്ചതിന് ശേഷം ഞാൻ മറുപടി കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ഇവിടെ വരാൻ അവസരമുണ്ടായി. അല്ലാഹു തആല യൂസുഫ് അലി സാഹിബിൻ്റെ വാപ്പക്കും ഉമ്മക്കും എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സർവ്വരംഗങ്ങളിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എന്തുണ്ടായി, ഒരുപാട് സദസ്സുകളിൽ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമു പറയാൻ അല്ലാഹു തആല അവസരം തന്നു. ഇന്നലെ ഞാൻ അബുദാബിയിൽ നിന്ന് 250ഓളം കിലോമീറ്റർ അകലെ ബദാസായിദിൽ പരിപാടിയായിരുന്നു. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് റാസൽ ഖൈമയിൽ ഇന്ന് രാത്രി പ്രസംഗത്തിന് പോകണം. അങ്ങനെ ഓരോ സ്ഥലത്തും പ്രസംഗിക്കാൻ, ഒരുപാട് ഇൽമു പറയാൻ അല്ലാഹു അവസരം തന്നു. അല്ലാഹു തആല അതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഉപകാരം ചെയ്താൽ മറക്കാൻ പാടില്ല. അതൊരു മനുഷ്യൻ ചെയ്യേണ്ടതാണ്. ഇങ്ങോട്ട് ചെയ്ത ഉപകാരം എപ്പോഴും ഓർമ്മിക്കണം. അതേ സമയത്ത് അങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾ മറന്നു കളയണം. അതുപോലെ ഇങ്ങോട്ട് ചെയ്ത തെറ്റുകൾ ഓർമ്മിക്കാൻ പാടില്ല, മറന്നു കളയണം. അതേസമയത്ത് അങ്ങോട്ട് ചെയ്ത തെറ്റുകൾ എപ്പോഴും ഓർമ്മിക്കണം. ദുബായിൽ ഒരാൾ, അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും ആഫിയത്തും ഹിമ്മത്തും നൽകുമാറാകും. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, 10-15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ എൻ്റെ സമീപത്ത് വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ജോലി പോയി, ഞാൻ എന്ത് വേണം, ജോലി നോക്കണം, ബിസിനസ് നോക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബിസിനസ്സിന് പോയിക്കോളൂ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് ദുആ ചെയ്തു. അദ്ദേഹം പോയി. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് പെട്ടെന്നൊരാൾ വലിയ സഹായം നൽകി ബിസിനസ്സിന്. അദ്ദേഹം ചെറിയ ബിസിനസ് നടത്തി. വലിയ മുതലാളിയൊന്നുമല്ല, പാവപ്പെട്ടൊരു മനുഷ്യനാണ്. ചെറിയ ബിസിനസ്സുകൾ നടത്തി. അല്ലാഹു ചെറിയ ബർക്കത്ത് ചെയ്തു. അദ്ദേഹം എനിക്ക് നാട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി 22 ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങിത്തന്നു. കാരണം നാട്ടിൽ 250-300 കിലോമീറ്റർ നമ്മുടെ നാട്ടിലെ റോട്ടുമ്പോൾ കൂടി ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിക്കാൻ വേണ്ടി ഓടണമെങ്കിൽ ചെറിയ പണിയല്ല. ഒരു ദിവസം മംഗലാപുരത്തെ പിറ്റേന്ന് തൃശ്ശൂരായി. അങ്ങനെ അദ്ദേഹം ഒരു വണ്ടി വാങ്ങിത്തന്നു. ആ വണ്ടി കൊണ്ട് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 2-3 ചെറുപ്പക്കാർ കൂടിയിട്ട് 4 ഉരുളം കല്ലെടുത്ത് എറിഞ്ഞു. മുന്നിലെ ഒരു ഗ്ലാസും പൊട്ടിച്ചു, സൈഡിലൊരു ഗ്ലാസും പൊട്ടിച്ചു. എന്നോട് പലരും പറഞ്ഞു, കേസ് കൊടുക്കണം. ഞാൻ ഒരു കേസുമില്ല. ഒരാളെ മനസ്സിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു, അദ്ദേഹത്തിന് ഒരു കാറ് വാങ്ങിക്കൊടുക്കണോ. വേറെ തന്നെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചു, അതിനൊരു ഏറ് കൊടുക്കണോ. ഒരു കേസുമില്ല. അല്ലാഹു തആല അവരെയും നന്നാക്കട്ടെ. ആമീൻ പറയണം, എല്ലാവരും ആമീൻ പറയണോ. റമളാൻ മാസമാണ്, അവർ നന്നായാൽ എത്ര നല്ലതാ. അങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച സ്വഭാവം. അതാണ് നബി സല്ലല്ലാഹുവിന്റെ പവർ. അതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവർ. അവിടുത്തെ ഉമ്മത്തുകളെ പഠിപ്പിച്ച സ്വഭാവം എത്ര പരിശുദ്ധമാണ്. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞാൻ അബുദാബിയിൽ നാഷണൽ തിയേറ്ററിൽ വരുന്ന വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച രാവ്, വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രി തറാവീഹിന് ശേഷം പ്രസംഗമുണ്ട്. അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 9 കാര്യം, ഖുർആനിൽ വന്ന 9 കാര്യമാണ് പറഞ്ഞത്. സൂറത്തു തൗബയിലുള്ള 9 കാര്യമാണ് പറഞ്ഞത്. ഓ മുഅ്മിനീങ്ങളെ,
നിങ്ങൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സലാസുൻ മൻ കുന്ന ഫീഹി ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ. 3 കാര്യമുള്ളവർ എളുപ്പത്തിലുള്ള വിചാരണയിലതാ പടച്ചവൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയും. ഗ്രീൻ ചാനലിലൂടെ ഇറങ്ങിയങ്ങ് പോകാൻ കഴിയും. കടുത്ത ചോദ്യമില്ല, കണക്ക് ചോദ്യമില്ല. മന്നൂഖിസ ഫിൽ ഹിസാബി ഫഖദ് ഹലക. ഒരു മനുഷ്യനോടുള്ള കണക്ക് ശരിക്ക് ചോദിച്ചാൽ അവൻ നശിച്ചത് തന്നെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഹിസാബ് എളുപ്പമാക്കി തരണം റഹ്മാനെ. ഹിസാബിൻ്റെ സമയത്ത് എളുപ്പത്തിൽ പോകാം. അതിനെന്താ വേണ്ടത്? സുബ്ഹാനല്ലാഹ്. അവിടുന്ന് പറഞ്ഞില്ലേ, തുഅ്തി മൻ ഹറമക് വതസിലു മൻ ഖതഅക് വതഅഫു അമ്മൻ ളലമക്. അതേ, നിനക്ക് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കുക. വതസിലു മൻ ഖതഅക്, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. വതഅഫു അമ്മൻ ളലമക്, നിന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുക. ആക്രമിച്ചവന് പകരം ചെയ്യണമെന്ന തോന്നലുണ്ടാകാൻ പാടില്ല. നീ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുക. അങ്ങനെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാളോടും വൈരാഗ്യമില്ലാത്ത മനസ്സ്, ആരോടും വിദ്വേഷമില്ലാത്ത മനസ്സ്, ആരോടും തന്നെ വെറുപ്പ് വെക്കാത്ത മനസ്സ്, അങ്ങനെ ഒരു മനസ്സല്ലേ നമുക്കുണ്ടാകേണ്ടത്. സ്വന്തം ഭാര്യമാർക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത ഭർത്താക്കന്മാരാകരുത്, മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത ബാപ്പമാരാകരുത്, സഹോദരീ സഹോദരന്മാർക്ക് വിട്ടുവീഴ്ച ചെയ്യാത്തവരാകരുത്. റമദാനിൽ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട സഹോദരിമാർ, പാവപ്പെട്ട ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, കുടുംബങ്ങൾ, അവർക്കൊക്കെ നമ്മൾ കഴിയുന്ന സഹായം എത്തിച്ചു കൊടുക്കണം. ഉസ്താദേ, അതുമാത്രം പറയരുത്. എന്തേ, കഴിഞ്ഞ കൊല്ലം ഞാൻ പെങ്ങൾക്ക് 5000 രൂപ അയച്ചു കൊടുത്തു. എന്നിട്ട് അവളെ കയ്യിൽ ഞാൻ തന്നെ വാങ്ങിക്കൊടുത്ത ഫോണുണ്ട്, നമ്പറും ഉണ്ട്. എന്നിട്ട് 8 ദിവസത്തേക്ക് അവൾ എന്നോട് കിട്ടിയ വിവരം പറഞ്ഞില്ല. അവസാനം പിന്നെ ഞാൻ വിളിച്ച്, എൻ്റെ പുറക്ക് വിളിച്ച്, ഭാര്യനോട് ചോദിച്ച്, എല്ലാം കൂടി ചോദിച്ച് അവസാനം കിട്ടി എന്നുള്ള വിവരം പറഞ്ഞു. അങ്ങനത്തെ ഒരു കൊടുക്കണ്ടെന്നാണ് എൻ്റെ തീരുമാനം. ഓ മോനെ, നിനക്കല്ല തരുന്നത് നിർത്തിയിട്ടില്ല. നിനക്കല്ല ഇപ്പോഴും തരുന്നില്ലേ? നീ അല്ല തരുന്നതിൽ നിന്നല്ലേ കൊടുക്കുന്നത്. നീ അത് നിർത്തണ്ട. നീ ആ ഭാര്യക്ക്, നീ ആ പെങ്ങൾക്ക് ഇനിയും കൊടുക്കണം. അല്ലാഹുവാണ് നിനക്ക് തരുന്നതെന്ന് ഓർമ്മിക്കണം. ഒരിക്കലും തന്നെ നീ അത് നിർത്തണ്ട. ഇതുപോലെ നിന്നോട് ആര് തെറ്റ് ചെയ്തോ മാപ്പ് ചെയ്തു കൊടുത്തേക്കണം. ഇപ്പോൾ സമയം പോരാ. സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ ദുർബലരാണ്, അവർക്ക് ബുദ്ധി പുരുഷന്മാരെ പോലെ ഇല്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വമാ നുഖ്സാനു അഖ്ലിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ബുദ്ധിക്കുള്ള ചുരുക്കം എന്താ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ഒരു പുരുഷൻ സാക്ഷി നിൽക്കുന്ന സ്ഥലത്ത് 2 സ്ത്രീ വേണമെന്നല്ലേ? കാരണം ബുദ്ധിയുടെ കുറവല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിലുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കണം, സ്ത്രീകൾ ദുർബലരാണ്, ബുദ്ധി കുറഞ്ഞവരാണ്. ബുദ്ധി കുറഞ്ഞ നമ്മുടെ സ്ത്രീകൾ, അവരെ വാക്കിലോ പ്രവൃത്തിയിലോ ചെറിയ അപാകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് കൂടിയിട്ട് അവർക്കതിന് പകരം ചെയ്യണമെന്ന ചിന്ത നമ്മുടെ കൽബിലുണ്ടാകരുത്. ദുർബലന്മാരാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ കയറി ചെന്നപ്പോൾ 3 വയസ്സുള്ള കുട്ടി 30 വയസ്സുള്ള ഉമ്മാനോട് കസരത്ത് കയറുന്നത് കണ്ടില്ലേ? 3 വയസ്സുള്ള കുട്ടി ഉമ്മാനെ വിറകെടുത്ത് എറിയുന്നത് കണ്ടില്ലേ? 3 വയസ്സുള്ള കുട്ടി ഉമ്മാനെ മാന്തിപ്പറിക്കുന്നത് കണ്ടില്ലേ? എന്തേ കാരണം? ഈ കുട്ടിയുടെ ബുദ്ധിയുടെ കുറവാണ്. ആ കുട്ടിക്ക് ബുദ്ധിയില്ല, സ്വന്തം ഉമ്മ നന്മയെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ കുട്ടിക്ക് വേണ്ടി ആ ഉമ്മൻ്റെ ജീവിതം തന്നെ. പക്ഷെ ഉമ്മ എന്താ ചെയ്തത്? ഉമ്മയെ സംബന്ധിച്ച് കുട്ടിക്ക് കംപ്ലൈൻ്റ് ആണ്. എന്താ കംപ്ലൈൻറ്റ്? തീക്കൊള്ളി വലിക്കാൻ അനുവദിച്ചില്ല. പിന്നെയോ അതാ കയ്യിൽ കത്തി കൊടുത്തിട്ട് ഉള്ളി വെട്ടാൻ സമ്മതിച്ചില്ല, പച്ചക്കറി മുറിക്കാൻ സമ്മതിച്ചില്ല. അതിൻ്റെ പേരിൽ 3 വയസ്സുള്ള കുട്ടി ഉമ്മയോട് പ്രതിഷേധം കാണിക്കുകയാണ്. കുട്ടിയുടെ വിവരക്കുറവല്ലേ സഹോദരന്മാരെ? ഇതുപോലെ പുരുഷന്മാരെ പോലെയുള്ള പരിപൂർണത സ്ത്രീകളെ ബുദ്ധിക്കുണ്ടാവൂല. അതുകൊണ്ട് അവരുടെ സ്വഭാവത്തിൽ എപ്പോഴും ചെറിയ വളവുണ്ടാകും. ആ വളവ് സഹിക്കാനും പൊറുക്കാനുമുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം. സ്വന്തം ഭാര്യമാരെ കശക്കുന്നവരാകരുത്. ഒരു സ്ത്രീ വിളിച്ചിട്ട് വരെ, ഉസ്താദേ, ഉദാഹരണം പറയാണ്, ഫോൺ ചെയ്യാതിരിക്കാൻ വേണ്ടി ദ്വാരക്കണോ? ആര്? ഭർത്താവേ. അതെന്താ? ഫോണ് ചെയ്താൽ അങ്ങനത്തെ കശക്കലാണ്. ഫോണ് കിട്ടാതിരിക്കാൻ ദ്വാരക്കാണ്. അങ്ങനെയും ആയിപ്പോരുത്. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം, നല്ല വാക്ക് പറയണം, പുഞ്ചിരിക്കണം. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ്. ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ്. എപ്പോഴും നല്ല വാക്ക്, നല്ല സംസാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരിക്കലും മോശമായ വാക്കുണ്ടാകരുത്. തെറി പറയലും ചീത്ത പറയലും നിസ്സാരപ്പെടുത്തലും പരിഹസിക്കലും അതൊന്നും മുഅ്മിനായ മനുഷ്യൻ്റെ ഏർപ്പാടല്ല.
എപ്പോഴും നല്ല വാക്കുകളായിരിക്കണം. ഓ സഹോദരന്മാരെ, അള്ളാഹുവാണ് തരുന്നവൻ, അള്ളയാണ് തടയുന്നവൻ. ആ അള്ളാഹു എൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്നുവെന്ന ബോധത്തോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കണം. അങ്ങനെ അതാ പരിശുദ്ധ ഖുർആൻ അർറാക്കിഊന സാജിദൂൻ അൽആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, റുകൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കുന്നവരെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയുന്നു നല്ലത് കൽപ്പിക്കുന്നവർ, ചീത്ത വിരോധിക്കുന്നവർ. നല്ല കാര്യങ്ങൾ എപ്പോഴും കൽപ്പിച്ചുകൊണ്ടിരിക്കണം, ചീത്തയായ കാര്യങ്ങൾ വിരോധിച്ചു കൊണ്ടിരിക്കണം. അത് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പവറാണ്. പൂർവകാല സമുദായങ്ങളിലുള്ള പണ്ഡിതന്മാർ അവരതാ അവരുടെ അനുയായികൾ തെറ്റ് ചെയ്തപ്പോൾ അവരത് താക്കീത് ചെയ്തില്ല. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വല്ലഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വാകിരിഹിമുസ് സുഹത ലബിസ മാ കാനൂ യസ്നഊൻ. മുൻകാലത്ത് തൗറാത്തും ഇഞ്ചീലുമൊക്കെ കയ്യിലുണ്ടായിട്ട് ആ തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞതുപോലെ ജീവിക്കുകയോ അത് ജീവിക്കാൻ പ്രചോദനം നൽകുകയോ ചെയ്തില്ല. പലിശ വാങ്ങുമ്പോൾ മിണ്ടിയില്ല, കൈക്കൂലി വാങ്ങുമ്പോൾ മിണ്ടിയില്ല, കള്ളം പറയുമ്പോൾ മിണ്ടിയില്ല. അങ്ങനെ ഏത് തെറ്റിനും അംഗീകാരം കൊടുത്തു. അതേ അഹ്ലി കിതാബിലുള്ള പണ്ഡിതന്മാർ അതിൻ്റെ പേരിൽ പരിശുദ്ധ ഖുർആൻ അവരെ ആക്ഷേപിച്ചു. അതേ സമയത്ത് ഈ ഉമ്മത്ത് അങ്ങനെയല്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി. നല്ല കാര്യം കൽപ്പിക്കുന്ന, ചീത്ത കാര്യം വിരോധിക്കുന്ന ഏറ്റവും ഉത്തമമായ സമുദായമാണ് ഈ സമുദായം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്ക് കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, അതാ ഇസ്ലാമിൻ്റെ ഉദാഹരണം ഒരു കപ്പൽ പോലെയാണ്. മേലെയും താഴെയും 2 നിലകളുള്ള കപ്പൽ. മേലെ നിലയിലുള്ളവർക്ക് വെള്ളം വേണം, അവർക്ക് വെള്ളം സമീപത്തു തന്നെ ഉണ്ട്. താഴെ നിലയിലുള്ളവർക്ക് വെള്ളം വേണമെങ്കിൽ മേലെ പോയി എടുക്കണം. മേലെയും താഴെയും വെള്ളമുണ്ട്, അങ്ങനെയുള്ളൊരു കപ്പൽ. താഴെ നിലയിലുള്ളവർ മേലെ പോയി വെള്ളമെടുത്ത് ഇങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ നിലയിലുള്ളൊരു മനുഷ്യനൊരു തോന്നല്. എന്താ തോന്നല്? എന്തിനാ നമ്മൾ മേലെ പോയിട്ട് അവരെ ബഹുമാനിക്കുന്നത്? എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? നമുക്കിവിടെ തന്നെ വെള്ളമില്ലേ? എവിടെ? കടലിൽ ധാരാളം വെള്ളമില്ലേ? നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തല്ലേ? അതുകൊണ്ട് ഈ കപ്പലിനൊരു ചെറിയ ദ്വാരമുണ്ടാക്കിയ വെള്ളം നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരൂലേ? നമ്മളതിനാ വെള്ളവും നോക്കി അങ്ങോട്ട് പോകുന്നത്. അതാ സുബ്ഹാനല്ലാഹ്, ഒരാളൊരു ചെറിയ ഉളിയെടുത്ത് അല്ലെങ്കിൽ മെഴുവെടുത്ത് കപ്പലിന് ദ്വാരമുണ്ടാക്കുകയാണ്. അപ്പൊ കപ്പലിൽ 3 വിഭാഗം. ഒരു വിഭാഗം പറയുന്നത് എന്താണ്? അവരങ്ങനെ വെള്ളം എടുക്കട്ടെ, നമുക്ക് വെള്ളം എളുപ്പത്തിൽ കിട്ടട്ടെ. വേറൊരു വിഭാഗം എന്താ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, അങ്ങനെ വെള്ളമെടുത്താൽ ഈ വെള്ളം കയറിയിട്ട് നമ്മളെല്ലാവരും ഒന്നായി മുങ്ങിപ്പോകും, അതുകൊണ്ട് തുറക്കാൻ വിട്ടുകൂടാ. അപ്പൊ വേറൊരു കൂട്ടർ എന്താ പറയുന്നത്? അങ്ങനെ വേണ്ട, തുറക്കുന്നവർ തുറക്കട്ടെ, അങ്ങനെ എടുക്കുന്നവർ അങ്ങനെ എടുക്കട്ടെ, നമുക്ക് മേലേന്ന് തന്നെ എടുക്കാം. സുബ്ഹാനല്ലാഹ്, ഈ കപ്പലിൽ രക്ഷപ്പെടുന്ന പ്രവർത്തനം ചെയ്യുന്നവരാരാണ്? രക്ഷപ്പെടുന്ന വാക്ക് പറയുന്നവരാരാണ്? വിജയം കൈവരിക്കുന്നവരാരാണ്? ആ പലകയ്ക്ക് ചെറിയൊരു ദ്വാരം വരുത്തിയാൽ മുഴുവനാളും ചരക്കുകളും ഒന്നായി നശിക്കൂലേ? ഇതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ മേലെ തട്ടിൽ ജീവിക്കുന്നവരല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തും അയിമ്മത്ത് മുജ്തഹിദീങ്ങളുമായ മഹാന്മാരും. ആ മഹാന്മാർ അവർ പഠിപ്പിച്ചതനുസരിച്ച് അവരെ പിന്തുടർന്നുകൊണ്ടല്ലേ ജീവിക്കേണ്ടത്. അവരെ പിന്തുടർന്ന് ജീവിക്കുമ്പോൾ നമുക്കെപ്പോഴും ശുദ്ധവെള്ളം കിട്ടുന്നത് പോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഹക്കായ നിലക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് അവരുടെ അടുക്കൽ നിന്ന് വെള്ളമെടുക്കാതെ ഞങ്ങൾ തന്നെ വെള്ളം ഇങ്ങെടുക്കാമെന്ന നിലക്ക് സുബ്ഹാനല്ലാഹ് ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ട് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ നിസ്കാരം 3 വാദിച്ചവരില്ലേ? സുബ്ഹാനല്ലാഹ്, നിസ്കാരം തീരെ വേണ്ടെന്ന് പറഞ്ഞവരില്ലേ? അതുപോലെ തന്നെ നിസ്കാരം തന്നെ വേണ്ട, ഇബാദത്ത് വേണ്ടെന്ന് പറഞ്ഞവരില്ലേ? പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് നിസ്കാരത്തെ നിഷേധിച്ചവർ, നോമ്പിനെ ചോദ്യം ചെയ്തവർ, സുബ്ഹാനല്ലാഹ് അതേ സുന്നത്ത് കർമ്മം വേണ്ടെന്ന് പറഞ്ഞവർ, അങ്ങനെ പലരുമില്ലേ? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തുറന്ന് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉറങ്ങുന്ന കക്ഷികൾ അവരങ്ങനെ നശിപ്പിക്കുമ്പോൾ നോക്കിയിരുന്നാലോ ഈ കപ്പലിൽ വെള്ളം കയറി കപ്പൽ മുങ്ങി നശിച്ചു പോകുന്നത് പോലെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നശിച്ചു പോകാൻ കാരണമാകുമെന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി, നല്ല കാര്യം കൽപ്പിക്കുന്നവരാകണം, ചീത്തക്കാര്യം വിരോധിക്കുന്നവരാകണം. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുകയാണ്, അൽആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി വൽ ഹാഫിദൂന ലിഹുദൂദില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിർവരമ്പുകളെ സൂക്ഷിക്കുന്നവരാകണം. ഒരിക്കലും തന്നെ
കടുപ്പം കൂട്ടുന്നവരാകരുത്, ഒരിക്കലും തന്നെ തീവ്രവാദികളാകരുത്, ഭീകരവാദികളാകരുത്. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. ഇപ്പോൾ സമയമില്ല, നിങ്ങൾ കേൾക്കണം. എൻ്റെ CD ഉണ്ട്, ഇസ്ലാം ജിഹാദ് ഭീകരത. ആ CD കേൾക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾ ശ്രമിക്കണം. ഞാനതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ ഉത്തമ സമുദായമായി, മധ്യ സമുദായമായി, ഏത് വിഷയത്തിലും മധ്യ നിലവാരം പുലർത്തുന്നവരായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും തീവ്രവാദികളാകരുത്, ഭീകരവാദികളാകരുത്, വർഗീയവാദികളാകരുത്. മറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വളരെ ശാസ്ത്രീയമായി, വളരെ ബുദ്ധിപരമായി പ്രചരിപ്പിക്കേണ്ട മതമാണ് ഇസ്ലാം. നല്ല ഉപദേശം നൽകി പ്രചരിപ്പിക്കേണ്ട മതമാണ് ഇസ്ലാം. ഒരിക്കലും തന്നെ ഇസ്ലാം ലൈസൽ ഇസ്ലാമു ദീനൽ മുആദാതി വലാകിൻ ദീനൽ മുആവനതി വദീനൽ മവദ്ദതി വദീനർ റഹ്മാ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം സൗഹാർദ്ദത്തിന്റെ മതമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നന്മയുടെ മതമാണ്. ദീനുൽ ബിർരി വതആവുനി വതബാദുദി, അതാ വളരെയേറെ സ്നേഹം പ്രകടിപ്പിക്കേണ്ട മതമാണ്. ഖുർആൻ നിങ്ങൾ കണ്ടില്ലേ? സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കണ്ടില്ലേ? ബാബുൽ ഹദിയ്യത്തി ലിൽ മുശ്രികീന വഖൗലിഹി തആല ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതി പുലർത്തുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു. നിങ്ങളെ നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും അടിച്ചറക്കാത്ത, നിങ്ങളോട് അക്രമം കാണിക്കാത്ത അമുസ്ലിം സഹോദരന്മാർക്ക് പോലും നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക, അവരോടും നീതി പുലർത്തുക. അത് അല്ലാഹ് വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അല്ലാഹ് നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബശ്ശിറാ വലാ തുനഫിറാ യസ്സിറാ വലാ തുഅസ്സിറാ, നിങ്ങൾ എപ്പോഴും സന്തോഷ വാർത്ത അറിയിക്കുന്ന നിലക്കാണ് പറയേണ്ടത്. നിങ്ങൾ അകറ്റിക്കളയുന്ന വിധത്തിലല്ല, ഞെരുക്കമുണ്ടാക്കുന്ന വിധത്തിലല്ല. ഒരിക്കലും തന്നെ തസ്ജീദ് ചെയ്യാൻ പാടില്ല. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസി വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. ഏതിനും അതിരുവരമ്പുകളുണ്ട്. എത്ര നിരപരാധികളെയാണ് പലരും കൊന്നൊടുക്കുന്നത്? എന്തിൻ്റെ പേരിലാണിത് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അക്രമ പ്രവർത്തനങ്ങളിലും നാശമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലും തീവ്രവാദ ആശയങ്ങളിലും മുസ്ലിമീങ്ങളെ നമ്മൾ പെട്ടുപോകാൻ പാടില്ല എന്നത് ഞാൻ പ്രത്യേകം ഉണർത്തുന്നു. ഇപ്പോൾ വിശദമായി പറയാൻ സമയമില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് തന്നെ ശരിയായ ഭരണം നടക്കുന്ന രാജ്യത്ത് ഭരണത്തെ മറികടന്നുകൊണ്ട് അതാ ഒരു കൂട്ടർ നിയമം കയ്യിലെടുക്കാൻ ഇറങ്ങിയപ്പോൾ അവർക്കതിന് അവകാശമില്ലാത്ത കാര്യത്തിനിറങ്ങിയപ്പോൾ ശരിയായ ഭരണം നടക്കുന്ന രാജ്യത്ത് തീവ്രവാദികളായി ഇറങ്ങിയവർക്കെതിരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിലക്കൊണ്ടതിൻ്റെ പേരിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതൊക്കെ ഞാൻ ആ ഇസ്ലാം ഭീകരത, ഇസ്ലാം ജിഹാദ് ഭീകരത എന്ന CD-യിൽ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ അതിരുവരമ്പുകൾ സൂക്ഷിക്കണം. തിന്നുമ്പോൾ ഹലാലേ തിന്നാവൂ, കുടിക്കുമ്പോൾ ഹലാലേ കുടിക്കാവൂ, നോക്കുമ്പോൾ ഹലാലേ നോക്കാവൂ, കേൾക്കുമ്പോൾ ഹലാലേ കേൾക്കാവൂ, പിടിക്കുമ്പോൾ കൈകൊണ്ട് ഹലാലേ പിടിക്കാവൂ, കാലുകൊണ്ട് ഹലാലിലേക്ക് മാത്രമേ നടക്കാവൂ. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹ് നല്ലവനാണ്, അവൻ നല്ലതേ സ്വീകരിക്കൂ. അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കി രസിക്കാൻ പോകരുത്. കാണുന്ന സിനിമകളുടെ മുന്നിൽ പോയിരിക്കരുത്. കാണുന്ന സീരിയലുകളുടെ മുമ്പിൽ പോയിരുന്ന് നേരം പോക്കരുത്. ഓ ചെറുപ്പക്കാരെ, ട്യൂണും കേട്ടല്ല കിടന്നുറങ്ങേണ്ടത്. നിങ്ങൾ ആയത്തുൽ കുർസിയും കേട്ട് കുർസിയും ഓതിയിട്ട് കിടന്നോളൂ. ഫാത്തിഹ സൂറത്ത് ഓതിക്കോളൂ, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കോളൂ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിക്കോളൂ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിക്കോളൂ. കയ്യിലൊന്ന് ഓതിയിട്ട് ശരീരം ഒട്ടാകെ തടകിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 100 ദിക്റുകൾ, 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ, അങ്ങനെ 100 ദിക്ർ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു വഹി ഇലൈക റഗ്ബതൻ
റഗബതൻ വറഹബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തുബഅസു ഇബാദക ഇങ്ങനെ തുടങ്ങിയുള്ള ദിക്റുകൾ ചൊല്ലിക്കോളൂ. അങ്ങനെ ഉറക്കം നന്നാകണം, ഉണർവ് നന്നാകണം. കഴിയുമെങ്കിൽ വുദുവോടുകൂടെ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. ഒന്നുകൂടി പറയട്ടെ ചെറുപ്പക്കാരെ, ഒരിക്കലും തന്നെ നമ്മൾ മദ്യപാനികളായി പോകരുത്, ഒരിക്കലും തന്നെ ലഹരി ഉപയോഗിക്കരുത്. ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽ പെട്ടതാണ് വശുരിബത്തുൽ ഖുമൂർ, മദ്യപാനം വർദ്ധിക്കുമെന്നത്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് നമ്മൾ ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ശരിബ മുസ്കിറൻ, വല്ലവനും ഒരു ലഹരിയുള്ളത് കുടിച്ചാൽ, വല്ലവനും ലഹരിയുള്ള വല്ല വസ്തുവും കുടിച്ചാൽ അതിന്റെ പേരെന്താണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലല്ലാഹി അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ലഹരിയുള്ളത് കുടിച്ചാൽ അവനെ അല്ലാഹു തആല തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. സഹാബത്ത് ചോദിച്ചു, വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത്? അവിടുന്ന് മറുപടി പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ ഉസാറത്തു അഹ്ലിന്നാർ. അതാ നരകത്തിൽ കടന്ന അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് തുടങ്ങിയ കുഫാറുകൾ, ഫിർഔന്, നമ്രൂദ്, ഖാറൂന് തുടങ്ങിയവർ അവർ നരകത്തിൽ കടക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയല്ലേ നരകത്തിലെ തീ. ആ തീ കൊണ്ട് ശരീരം പൊള്ളിയിട്ട് പൊക്കിള പൊങ്ങി ശരീരം പഴുത്തിട്ട് അതാ ചലമിങ്ങനെ ഒലിക്കുന്നു, നീരിങ്ങനെ ഒലിക്കുന്നു. ആ കുഫാറുകളുടെയും നരകവാസികളുടെയും ശരീരത്തിൽ നിന്ന് ചലമൊലിക്കുമ്പോൾ, നീരൊലിക്കുമ്പോൾ, അറഖു അഹ്ലിന്നാർ ഔ സഹറത്തു അഹ്ലിന്നാർ, നരകക്കാരുടെ വിയർപ്പും നീരും നരകക്കാരുടെ ചലവുമാണ് തീനത്തുൽ ഖബാൽ. ആ തീനത്തുൽ ഖബാൽ ലഹരി കുടിക്കുന്നവനെ അല്ലാഹ് കുടിപ്പിക്കാതെ വിടൂല. ഓ ചെറുപ്പക്കാരെ, ജീവിതത്തിൽ വല്ല ദുർബല നിമിഷത്തിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ? പടച്ച റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ എല്ലാ തെറ്റും മാപ്പ് ചെയ്യണേ റഹ്മാനേ. ഒരിക്കലും തന്നെ ലഹരിയുടെ പിന്നാലെ മുസ്ലിമീങ്ങളെ ഒരിക്കലും പോയേക്കരുത്. വല്ലാത്തൊരു ആഖിർ സമാനാണിത്. ഞാനൊരിക്കൽ ദിബ്ബയിൽ നിന്നൊരു പ്രസംഗം നടത്തി. മദാമിലേക്ക് പോകുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ രാത്രി ഏകദേശം 1:30-2 മണി സമയത്ത് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഒന്ന് കാണാൻ വന്നതായിരുന്നു. 5-10 വർഷം മുമ്പ് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ കച്ചവടങ്ങളൊക്കെ പൂർണ്ണമായി പൊളിഞ്ഞു പോയൊരു സമയം. പലരും എന്നോട് പറഞ്ഞു, അല്പം ലഹരി കുടിക്കണം മനസമാധാനത്തിന്. ആ സമയത്ത് നിങ്ങളോട് ഞാൻ എൻ്റെ വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾ എനിക്ക് ദിക്ർ ചൊല്ലാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ആ ദിക്ർ ഇപ്പോഴും ചൊല്ലുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എനിക്കിപ്പോൾ ധാരാളം കച്ചവടമുണ്ട്, ബിസിനസ്സുണ്ട്. കാണാൻ വന്നതായിരുന്നു എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതിനുശേഷം പല പ്രസംഗത്തിലും ഇക്കാര്യം ഉണർത്തിയിട്ടുണ്ട്. നമ്മുടെ സ്നേഹിതന്മാർ നമ്മളെ ഉപദേശിക്കുന്നു കള്ളു കുടിക്കാൻ. അങ്ങനത്തെ ഒരു ലോകമായി പോയി. അൽഹംദുലില്ലാഹ്, അദ്ദേഹം വലിയ നിഅമത്ത് അല്ലാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ വന്നിട്ടുണ്ട്. 3.5 ലക്ഷം രൂപ ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി തന്നിട്ടുമുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്ന് സഹോദരന്മാരെ, ഒരിക്കലും തന്നെ മനസ്സമാധാനത്തിന് കള്ളു കുടിക്കരുതേ ചെറുപ്പക്കാരെ. അങ്ങനെ ആരുപദേശിച്ചാലും ആ ഉപദേശം സ്വീകരിക്കരുതേ ചെറുപ്പക്കാരെ. അബൂജഹലിന്റെ ചലം കുടിക്കാൻ, ഫിർഔനിന്റെ ചലം കുടിക്കാൻ നരകത്തിൽ വെച്ച് നമുക്ക് സാധിക്കുമോ? ഒരിക്കലും തന്നെ അതിന് പോകരുത്. സമാധാനം അല്ലാഹുവിനുള്ള ദിക്റിലാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യന്റെ സമാധാനം അല്ലാഹുവിനെ ഓർക്കുന്നതിലാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ്. അതേ നേരത്തെ തന്നെ ബാപ്പയും ഉമ്മയും ഒക്കെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ നിന്ന് വളർന്ന ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. മദീനത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ആ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു രാജാവ് ഒരു സൽക്കാരം നടത്തി. അതാ പഴയകാലം മുതൽക്കേ പണ്ഡിതന്മാരെ രാജാക്കന്മാരെ സൽക്കരിക്കാറുണ്ട്, അതിഥികളായി ക്ഷണിക്കാറുണ്ട്. ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ശൈഖ് സഈദ് തഗമ്മദഹുല്ലാഹു ബിറഹ്മതിഹി വ
മഗ്ഫിറതിഹി വറിദ്വാനിഹി. ധാരാളം പണ്ഡിതന്മാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ രാജ്യത്തേക്ക് പരിശുദ്ധ റമദാനിൽ കൊണ്ടുവന്ന് അതിഥികളായി സ്വീകരിച്ച് ബഹുമാനിച്ച് ആദരിച്ച് സൽക്കരിക്കാറുണ്ട്. അതിന്റെ ഒരു ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതനല്ലെങ്കിലും പണ്ഡിതന്മാർക്ക് ഖിദ്മത്തെടുക്കുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി എന്ന നിലക്ക് എനിക്കും ഈ സ്ഥലത്ത് വരാൻ അവസരമുണ്ടാക്കി. എന്നാൽ ഞാൻ പറയട്ടെ, മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ രാജാവ് വിളിച്ചുകൊണ്ടുപോയി സൽക്കരിക്കുന്നതിനിടയിൽ ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ രാജാവിന്റെ കൊട്ടാരത്തിലുള്ള വാഹനം ചവിട്ടിയിട്ട് കൊന്നുപോയി. മകൻ നഷ്ടപ്പെട്ടു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനവറുകൾ ക്ഷമിച്ചു. അല്പ ദിവസം കഴിയുമ്പോൾ കാലിന്റെ മുട്ടിന് വേദന വന്നു, കാലിന് കടുത്ത വേദന വന്നു. ഡോക്ടർമാർ കാല് മുറിക്കണമെന്ന് കൽപ്പിച്ചു. പക്ഷേ ഇന്നത്തതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ സംവിധാനമില്ല, ഈർച്ചവാള് വെച്ച് മുറിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ പറഞ്ഞു, ഒരൽപ്പം ലഹരി കുടിക്കണം നിങ്ങൾക്ക്, അല്ലാതെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. ഒരു റളിയല്ലാഹു പറഞ്ഞു, ഇല്ലേ ഇല്ല, അല്ലാഹ് ഹറാമാക്കിയത് ഞാൻ തൊടുന്ന പ്രശ്നമില്ല, നിങ്ങൾ എൻ്റെ കാല് മുറിച്ചോളൂ, ഞാൻ ക്ഷമിച്ചോളാം. ഉർവത്തെ, നിനക്ക് ക്ഷമിക്കാൻ കഴിയൂല, നല്ല ചെറുപ്പക്കാരെ നിർത്തിയിട്ട് പിടിച്ചു നിർത്തണം നിന്നെ, നീ പടച്ചു പോകുമെന്ന് പറഞ്ഞപ്പോ ഇല്ല ഇല്ല, അദ്കുറുല്ലാഹ വ ഉസബ്ബിഹുല്ലാഹ്, ഞാൻ എന്നെ പടച്ച റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് അവനിൽ എൻ്റെ മനസ്സ് ലയിച്ച് ഞാൻ അവന് ദിക്ർ ചൊല്ലും, ഞാൻ അവന് തസ്ബീഹ് ചൊല്ലും, ഞാൻ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി ഞാൻ തസ്ബീഹ് ചൊല്ലും, അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഞാൻ ദിക്ർ ചൊല്ലും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റിലും തസ്ബീഹിലും അങ്ങ് മുഴുകിയപ്പോൾ റളിയല്ലാഹു അൻഹുവിന്റെ കാല് ഈർച്ചവാള് വെച്ച് മുറിച്ചുവെങ്കിലും മഹാനവറുകൾ അതാ ക്ഷമിച്ചിരുന്നു, ദിക്റിലും തസ്ബീഹിലും തന്നെ. ശേഷം അതാ സൈത്തണ്ണ ചൂടാക്കിയിട്ട് കാലതിൽ വെച്ച് അതാ അതിന്റെ മുറിവിന്റെ അടുക്കൽ നിന്നുള്ള രക്തം നിർത്തണം. അതിന് സൈത്തണ്ണ ചൂടാക്കി കാല് മുക്കുന്ന സമയത്ത് ബോധം കെട്ട് വീണുപോയി. ബോധം തെളിഞ്ഞ് കാലിന്റെ ഉണക്കം കിട്ടിയതിന് ശേഷം മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ടൊരൊറ്റ ദുആ, അള്ളാഹുവേ നീ 1000കണക്കിന് അനുഗ്രഹം എനിക്ക് ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് 4 മക്കളെ തന്നിട്ടുണ്ട്, അതിൽ ഒരു മകനെ മാത്രമേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ, 3 മക്കളും എൻ്റെ കൂടെയുണ്ടല്ലോ അല്ലാ, എനിക്ക് നീ ഒരുപാട് അവയവങ്ങൾ തന്നിട്ടുണ്ട്, 2 കൈയും 2 കാലുമുണ്ട്, ഒരു കാലല്ലേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ അല്ലാ, നീ തന്നത് വലുതാണ് അല്ലാ, നിഅമത്തിന് ശുക്ർ കുറഞ്ഞു പോയെങ്കിൽ മാപ്പ് നൽകണം അല്ലാ. അതാണ് സഹോദരന്മാരെ ഈമാനും തഖ്വയും. ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ അതിരുവരമ്പുകൾ വിട്ടുപോകരുത്, ഒരിക്കലും നമ്മൾ അനാവശ്യം സംസാരിക്കരുത്. നാവിന് അതിരുകൾ വേണം, കുടിക്കാൻ അതിര് വേണം, തിന്നാൻ അതിര് വേണം. വൽഹാഫിളൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് സന്തോഷം പറയൂ നബിയേ. ഇവിടെയുള്ള അനുഗ്രഹങ്ങൾക്ക് നിലനിൽപ്പില്ല, നിലനിൽപ്പുള്ളത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് ഓടിപ്പോകാൻ നമ്മൾ സന്നദ്ധരാകണം. അല്ലാഹുവേ, സ്വർഗത്തിന് വേണ്ടി ചിന്തിച്ച്, സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ച്, സ്വർഗത്തിൽ കടന്ന് സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവർത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. എല്ലാവരും അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ധൈര്യമില്ല, ഒരല്പവും ധൈര്യമില്ല. എന്താ ധൈര്യമില്ലാത്ത? ഒരു കാര്യത്തിൽ നല്ല ധൈര്യമുണ്ട്, 3 കാര്യത്തിൽ തീരെ ധൈര്യമില്ല. എന്താണ് ധൈര്യമുള്ളത്? അൽഹംദുലില്ലാ, ജീവിതത്തിൽ 30ഓളം കൊല്ലമായി പ്രസംഗിക്കുന്നുണ്ട്. ഈ 30 കൊല്ലത്തെ പ്രസംഗങ്ങൾക്കിടയിൽ ഹക്കാണ്, സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ലോകത്തോട് പറഞ്ഞിട്ടില്ല, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ അല്ലാതെ വിമർശിച്ചിട്ടില്ല. അത് ഉറച്ച കാര്യമാണ്, അത് ധൈര്യത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാൻ കഴിയും. അതേ സമയത്ത് 3 കാര്യത്തിൽ ധൈര്യമില്ല. എന്താണ് ധൈര്യമില്ലാത്ത ഒരു കാര്യം? ഒരു കാര്യം ചെയ്ത പ്രവർത്തനങ്ങൾ ഏതെങ്കിലും അല്ലാഹു കബൂൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലേ. ഒരു വിഷയത്തിലും ഉറപ്പ് പറയാൻ ധൈര്യമില്ല.
പാസ്പോർട്ട് ഓഫീസിൽ പണം കൊടുത്തപ്പോൾ റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ട്, പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ സ്വീകരിച്ചു എന്നതിന് തെളിവ് കിട്ടിയിട്ടുണ്ട്. 50 കൊല്ലത്തിലിടയ്ക്ക് ഒരുപാട് നിസ്കരിച്ചു, നോമ്പെടുത്തു, പ്രസംഗിച്ചു. അതുപോലെ അൽഹംദുലില്ലാഹ് കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ കീഴിൽ 55ഓളം പള്ളി നിർമ്മിച്ചു, 25ഓളം മദ്രസ നിർമ്മിച്ചു. അൽഹംദുലില്ലാഹ് ഖുർആൻ മനപ്പാഠമാക്കുന്ന 200ഓളം കുട്ടികൾ അവിടെ ഖുർആൻ മനപ്പാഠമാക്കുന്നു. ദഅവ കോളേജിൽ 200ഓളം മക്കൾ MA-ക്ക് പഠിക്കുന്നു. അതേ സമയത്ത് തന്നെ അവർ പണ്ഡിതന്മാരായി ബിരുദം നേടുന്നു, PG എടുക്കുന്നു. മറുഭാഗത്ത് ശരീഅത്ത് കോളേജിൽ പഠിച്ച ഒരുപാട് മുതഅല്ലിമീങ്ങൾ ലോകത്തൊട്ടാകെ ദീനിന്റെ പ്രചരണം നടത്തുന്നു. അതുപോലെ ധാരാളം കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നു. ആ സ്കൂളുകളിലൊക്കെ എത്തിയും കുട്ടികൾക്ക് ഫ്രീ ആയി പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് നിഅമത്ത് അല്ലാഹു തആല തന്നിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു അവസരം തന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളും ഞങ്ങളെ ഉസ്താദുമാരും ഞങ്ങളെ സ്നേഹിതന്മാരും ദീനുൽ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരും ലോകത്തെവിടെ എന്ത് ദീനീ സേവനം ചെയ്യുന്നുണ്ടോ അത് മുഴുവനും നീ സ്വീകരിക്കണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് മർക്കസിന്റെ സമ്മേളനം വരുന്നുണ്ട് റമദാനിന് ശേഷം. നിങ്ങളെല്ലാം സഹകരിക്കണം, നിങ്ങളെല്ലാം പങ്കെടുക്കണം. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ ജാമിയ സയ്യിദിയ മഖറു സുന്നിയ മജ്മഅ മഅദിന് തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളായി നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓ സഹോദരന്മാരെ, നമ്മളെല്ലാം നല്ല കാര്യത്തിൽ എപ്പോഴും സഹകരിക്കണം, അതേസമയം തെറ്റായ കാര്യത്തിലൊന്നും സഹകരിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴിവിടെ ഈ പ്രസംഗിച്ച പ്രസംഗമടക്കം എൻ്റെ രാജാവായ അല്ലാഹു കബൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ധൈര്യത്തോടെ പറയാൻ കഴിയില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തുന്ന സമയത്തും വൈദി യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യുകയല്ലേ. എത്ര നല്ല മനസ്സാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സ്. എന്നിട്ടും കബൂൽ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ. ആഹുവേ, സാധുക്കളായ ഞങ്ങളെ അമലുകൾ മുഴുവനും നിന്റെ ഔദാര്യം കൊണ്ട് നീ സ്വീകരിക്കണം റഹ്മാനേ. ധൈര്യമില്ല, അല്ലാഹ് കബൂൽ ചെയ്തു എന്ന് പറയാൻ ധൈര്യമില്ല. ഒരു റസീറ്റും കിട്ടിയിട്ടില്ല. പിന്നെയോ പിന്നെ 2 കാര്യത്തിൽ ധൈര്യമില്ല. എന്താണത്? സുബ്ഹാനല്ലാഹ്, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഹറാമും ചെയ്തിട്ടില്ല, ഒരു കറാഹത്തും ചെയ്തിട്ടില്ല. ഞാൻ പരിപൂർണ ഭക്തനായി ജീവിച്ചു എന്ന് പറയാൻ, ഒരു കറാഹത്തും ഹറാമും ചെയ്തിട്ടില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? എനിക്ക് ധൈര്യമില്ല. അതുപോലെ അതാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഫർളായ അമലും കൈയൊഴിച്ചിട്ടില്ല, ഒരു സുന്നത്തും ഞാൻ കൈയൊഴിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യമില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് വിജയത്തിന് മാനദണ്ഡമുള്ളത്? വിജയത്തിന് മാനദണ്ഡം അല്ലാഹുവിന്റെ കാരുണ്യം തന്നെ, അല്ലാഹുവിന്റെ ഔദാര്യം തന്നെ. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത്. അല്ലാഹു തആല ഖേദിച്ച് മടങ്ങുന്നവന്റെ തൗബ സ്വീകരിക്കുന്ന രാജാവാണ്. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത്. തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. അല്ലാഹുമ്മ യാ അല്ലാഹു യാ അല്ലാഹ് ഇന്നക അഫുവുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ യാ അല്ലാഹ്. അല്ലാഹു തആല മാപ്പ് കൊടുക്കുന്ന രാജാവാണ്, വിട്ടുവീഴ്ച ചെയ്യുന്ന രാജാവാണ്, എത്രയോ പാപികളെ നന്നാക്കിയ രാജാവാണ്. ആ രാജാവിലേക്ക് മനസ്സ് തിരിച്ച് അല്ലാഹുവിനോട് താണുകേണ് അപേക്ഷിച്ച് ചെയ്തു പോയ തെറ്റുകൾക്ക് ഖേദം പ്രകടിപ്പിച്ച് നന്നാകാൻ അല്ലാഹ് തന്ന ചാൻസുകൾ ഉപയോഗിക്കണേ മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, ഞങ്ങളെ ഈ പരിശുദ്ധ റമദാനിൽ നീ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ ചെറുതും വലുതുമായ സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനേ. നീ കൽപ്പിച്ച ഏതൊരു കാര്യമാണോ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വിട്ടുപോയത്, നീ വിരോധിച്ച ഏത് കാര്യമാണോ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയത്, ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് നൽകണേ റഹ്മാനേ. ഞങ്ങളെ മജ്ലിസ് നീ ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. اللهم احفظ هذه الدولة وحكامها وسكانها وجميع أمة محمد صلى الله عليه وسلم بحفظك وحرزك
أمانك يا رب العالمين. اللهم حقق رجاءنا وبلغ آمالنا وصحح أجسامنا وادفع بلياتنا وأد ديوننا واشفنا واشف مرضانا وأيدنا بتأييدك وأعزنا بعزتك وانصرنا بنصرتك واحفظنا بحفظك. أنت خير حافظا وأنت أرحم الراحمين. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام نتوسل إليك بأسمائك الحسنى وذاتك الأسنى وبالقرآن العظيم وبشهر رمضان. اللهم احفظنا بحفظك واعف عنا بعفوك واغفر لنا بمغفرتك إنك أنت الغفور الرحيم. أرحم الراحمين الملك الجبار രാജ സയ്യിദായ റഹ്മാനേ, നീ തന്ന നിഅ്മത്തുകൾ വലുതാണ് അല്ലാഹ്. നിന്റെ നിഅ്മത്തുകൾക്ക് നന്ദി ചെയ്യാൻ കഴിവില്ല അല്ലാഹ്. ഞങ്ങൾ ദുർബലന്മാരാണ് അല്ലാഹ്. നിന്റെ കാരുണ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടേണ്ടവരാണ് അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ ബഹുമാനപ്പെട്ട മാസത്തിൽ, ഈ ബഹുമാനപ്പെട്ട ദിവസത്തിൽ, ഈ സമയത്ത് നിന്റെ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളിൽ നിന്ന് നീ മാപ്പ് നൽകി രക്ഷപ്പെടുത്തണം റഹ്മാനേ.